നമ്മൾ വേഗത്തിൽ പാർലമെന്റിലേക്ക് പോവുകയാണ്. അവിടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയത്തിൽ അതിന്റെ ബിൽ അവതരണത്തിന് വോട്ടിംഗ് നടക്കുകയാണ്. ഈ അനുമതി കിട്ടിയാൽ അത് ബിൽ അവതരിപ്പിച്ചതായി പ്രഖ്യാപിക്കുകയും ആ ബില്ല് പിന്നീട് സർക്കാരിന് വേണമെങ്കിൽ JPCക്ക് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുകയും ചെയ്യാം. അതിനുവേണ്ടിയുള്ള വോട്ടിംഗ് ആണ് നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ വോട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അത്തരം കാര്യങ്ങൾ വിശദീകരിക്കാം. ऑब्जेक्शन है उनको पर्ची दे दीजिए। मैं माननीय सदस्यों से पुनः आग्रह करता हूं, मैं माननीय सदस्यों से प्लीज बैठिए, एक बात सुनिए। मैं माननीय सदस्य पूरा आग्रह करता हूं, मैंने पूर्व में भी कहा था ये पहली बार मतदान की प्रक्रिया इलेक्ट्रॉनिक तरीके से कर रहे हैं। अगर किसी माननीय सदस्य को कोई आपत्ति हो तो वह अपने मत को पर्ची के माध्यम से भी संशोधित कर सकता है। ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഇത് ബിൽ അവതരണത്തിനുള്ള അനുമതി എന്നതാണോ അതോ സംയുക്ത പാർലമെന്ററി സമിതിക്ക് ബില്ല് വിടണം എന്നതിലാണോ ഈ വോട്ടിംഗ് നടക്കുന്നത്? ബില്ല് അവതരിപ്പിച്ചു എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ അത് JPCക്ക് പോവുക. അപ്പോൾ ആദ്യം ഏത് വിഷയത്തിലാണ് ഈ വോട്ടിംഗ് നടക്കുന്നത്? വിജയകുമാർ, ബില്ല് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് വോട്ടിംഗ് നടക്കുന്നത്. ബില്ല് അവതരിപ്പിച്ചാൽ അത് JPCക്ക് വിടാൻ തയ്യാറാണെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ അത് JPCക്ക് വിടാനാണ് സർക്കാരിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ ബില്ല് അവതരണത്തെയാണ് ഈ ഹ്രസ്വ ചർച്ചയിൽ ചട്ടം 72 അനുസരിച്ചുള്ള ഹ്രസ്വ ചർച്ചയിൽ പ്രതിപക്ഷ അംഗങ്ങളെല്ലാം തന്നെ ചോദ്യം ചെയ്തത്. ഈ ഒരു ഘട്ടത്തിലാണ് ബില്ല് അവതരണത്തിൽ തന്നെ വോട്ടെടുപ്പ് നടത്താനുള്ള തീരുമാനം. ആദ്യമായാണ് ഇത്തരത്തിലൊരു ബില്ല് അവതരണത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം തന്നെ പുതിയ സഭയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതും ആദ്യമായാണ്. അതുകൊണ്ട് തന്നെ ചരിത്രപരമായ ഒരു സന്ദർഭം എന്ന് തന്നെ ഈ വോട്ടിങ്ങിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ഇലക്ട്രോണിക് വോട്ടിംഗ് വഴിയാണ് ഈ ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് അവതരിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. വോട്ടെടുപ്പിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആദ്യമായാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുള്ള അംഗങ്ങൾക്ക് ചീട്ട് വഴി വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരവും ഇത്തവണ നൽകിയിട്ടുണ്ട്. അക്കാര്യവും ലോക്സഭ അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്പീക്കർ ഇക്കാര്യങ്ങളെല്ലാം വിശദീകരിച്ച ശേഷം ഇപ്പോൾ വോട്ടെടുപ്പിനുള്ള നടപടികൾ ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. ആദ്യമായി ഇലക്ട്രോണിക് വോട്ടെടുപ്പ് ഇത്തരത്തിൽ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ അരങ്ങേറുകയാണ്. അതിന് സാക്ഷ്യം വഹിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് അവതരണാനുമതി വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതിനു വേണ്ടിയാണ്. നേരത്തെ നടന്ന ചർച്ചകളിൽ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാം തന്നെ ബില്ല് അവതരണത്തിൽ തന്നെ കടുത്ത എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ഒപ്പം തന്നെ ജനാധിപത്യ വിരുദ്ധമാണ് എന്നും ഫെഡറലിസത്തെ തകർക്കുന്നതാണ് എന്നുമുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നത്. പ്രധാനമായും പ്രതിപക്ഷാംഗങ്ങൾ ചോദ്യം ചെയ്തത് ഈ ബില്ലിൽ നിയമസഭകളുടെ കാലാവധി തീരുന്നതിന് മുമ്പായി പിരിച്ചുവിടാനുള്ള വ്യവസ്ഥയാണ്. അത്തരത്തിൽ ലോക്സഭയ്ക്ക് അനുസൃതമായി നിയമസഭകളുടെ കാലാവധി നിശ്ചയിക്കുക എന്നത് എങ്ങനെ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇതിലൂടെ മറ്റ് സാങ്കേതികമായി ഉണ്ടാകുന്ന തടസ്സം, ഒപ്പം തന്നെ ജനങ്ങൾ സംസ്ഥാനങ്ങൾ നിയമസഭകളിലേക്ക് സർക്കാരുകളെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. അത് ആ കാലാവധി പൂർത്തിയാക്കാതെ തന്നെ പിരിച്ചുവിടാം എന്നുള്ളത് നീതി ആയോഗിന്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ ബില്ലിൽ ഉൾപ്പെടുത്തിയത്. നീതി ആയോഗ് ഒരു ഇത്തരത്തിലൊരു ജനാധിപത്യ സംവിധാനമല്ല. ജനാധിപത്യ സംവിധാനമല്ലാത്ത നീതി ആയോഗിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സംസ്ഥാന നിയമസഭകളുടെ കാലാവധി ചുരുക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് ഗൗരവ് ഗൊഗോയ് ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഇതിന്റെ സാങ്കേതിക വിഷയങ്ങളിലേക്ക് ഉൾപ്പെടെ ഈ റൂൾ 72 അനുസരിച്ചുള്ള ഹ്രസ്വ ചർച്ചയിൽ തന്നെ ഈ വിഷയം പോയി എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത്രത്തോളം രാജ്യം കാത്തിരുന്ന ചർച്ച ചെയ്ത ഒരു ബില്ലാണ് ഒരു രാജ്യം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഒപ്പം ഈ കൂട്ടിച്ചേർക്കൽ നിർദ്ദേശങ്ങളായി മുന്നോട്ട് വെച്ച 82A അനുസരിച്ചുള്ള കൂട്ടിച്ചേർക്കലുകൾ, അതിൽ ക്ലോസ് 5
83 ക്ലോസ് 2 ഒന്ന് തന്നെ പരസ്പരം വിരുദ്ധമാണ് എന്ന കാര്യമാണ് തൃണമൂൽ കോൺഗ്രസ് അംഗം കല്യാൺ ബാനർജി ഈ ഹ്രസ്വ ചർച്ചയ്ക്കിടെ തന്നെ ഉന്നയിച്ചത്. ഇത്തരത്തിൽ കാലാവധി പൂർത്തി ഈ നിലവിലെ ഈ ബില്ലിലെ വ്യവസ്ഥയനുസരിച്ച് 2029 ലോക്സഭ നിലവിൽ വരുന്നതോടെ ബില്ല് പ്രാബല്യത്തിൽ വരുന്നു. 34-ലെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ 34 ആവുന്നതിന് തൊട്ടു മുമ്പായി കാലാവധി തീരുന്ന നിയമസഭകളിൽ എന്ത് ചെയ്യണം, പിന്നീട് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആ നിയമസഭകളുടെ കാലാവധി നീട്ടി നൽകാൻ കഴിയുമോ, അങ്ങനെയെങ്കിൽ അത് ഏത് ചട്ടം ഉപയോഗിച്ച് എന്നതടക്കമുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇതിനെല്ലാം മറുപടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. സർക്കാർ നിലവിൽ ഇപ്പോൾ JPCക്ക് ബില്ല് വിടാൻ എന്ന് സർക്കാർ സമ്മതിച്ചിരിക്കുന്നു. പ്രതിപക്ഷാംഗങ്ങളിൽ ബഹുഭൂരിഭാഗവും ബില്ല് JPCക്ക് വിടണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശരി ബൽറാം, എന്തായാലും ആ വോട്ടെടുപ്പ് എന്ന പ്രക്രിയ ലോക്സഭയിൽ പുരോഗമിക്കുകയാണ്. പുതിയ സഭയിലെ ആദ്യ വോട്ടിംഗ് ആണ്. അപ്പോൾ ആ ഇലക്ട്രോണിക് വോട്ടിംഗ് രീതികൾ ചെയർ വിശദീകരിക്കുകയാണ്, സ്പീക്കർ വിശദീകരിക്കുകയാണ്. ഇനി അങ്ങനല്ലാത്തവർക്ക് സ്ലിപ്പ് വഴി വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യവുമുണ്ട്. അല്പസമയത്തിനകം എന്താണ് സഭയിൽ അതിൻ്റെ റിസൾട്ട് എന്നറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അത് അവതരിപ്പിക്കാൻ അനുമതി കിട്ടുമോ എന്നതിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടക്കുന്നത്. സാധാരണ സാഹചര്യമാണ്. സാധാരണ ബില്ല് അവതരണത്തിന് തൊട്ടുമുമ്പ് ഇത്തരം ഒരു വോട്ടെടുപ്പ് പ്രക്രിയ സഭയിൽ നടക്കാറില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതി ആയതുകൊണ്ട് തന്നെ തുടക്കത്തിൽ തന്നെ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്.